നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്യാരറ്റ് സേമിയ പായസത്തിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമുക്കൊരു പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് ക്യാരറ്റ് അതിൽ നിന്ന് മാറ്റിയ ശേഷം നമുക്ക് ആ സെയിം പാത്രത്തിലേക്ക് തന്നെ കുറച്ചുകൂടി നെയ്യ് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ വെർമിസെല്ലി ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ട് അതിലേക്ക് പാൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ വെർമിസെല്ലി ഒന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ക്യാരറ്റ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. വെർമിസെല്ലിയും ക്യാരറ്റൊക്കെ നല്ലതുപോലെ വെന്ത് വന്ന ശേഷം നമുക്കതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. ആദ്യം രണ്ടാം പാൽ ഒഴിച്ച് കൊടുത്തിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഒന്നാം പാൽ കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്ത ശേഷം നമുക്കതിലേക്ക് കസ്റ്റാർഡ് പൗഡറും പാലും കൂടി ചേർത്ത് മിക്സാക്കി വെച്ചിരിക്കുന്ന ആ ഒരു മിക്സ് കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്ക പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ച് നെയ്യിൽ കാഷ്യൂനട്ടും അതേപോലെ തന്നെ കുറച്ച് ഉണക്കമുന്തിരി കൂടി ഒന്ന് വറുത്തെടുത്തിട്ട് അതുകൂടി പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ല സിമ്പിളായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സേമിയ ക്യാരറ്റ് പായസത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. വീഡിയോ കണ്ടു നോക്കി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ.